അഹ്ലുസുന്നയുടെ അയിമത്ത് ഉറപ്പിച്ചു പറഞ്ഞു, ഇമാം നബവിയെ പോലെ അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും റസൂല് തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളും ഇബ്നു സീരീൻ അടക്കമുള്ള പണ്ഡിതന്മാർ പറഞ്ഞതിൻ്റെ ലക്ഷ്യം റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഏതു കോലത്തിലാണോ ആ കോലത്തിൽ തന്നെ കാണണമെന്ന് പറഞ്ഞത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിലുള്ള കാഴ്ചക്കാണ്, അല്ലാതെ അടിസ്ഥാനപരമായ കാഴ്ചക്കല്ല. അതോടുകൂടി ആ വിഷയം തീരുമാനമായി. ഇനി കാണുന്നത് ഉറപ്പ് വരണമെങ്കിൽ ഒന്നുകിൽ സ്വഹാബിയാകണം, അല്ലെങ്കിൽ പണ്ഡിതനാകണം. ഇങ്ങനെ ഒരു കലാം, ഇങ്ങനെ ഒരു വാക്ക് അതാദ്യം കൊണ്ടുവന്ന ആൾ ഖറാഫി ആണ്, ഇമാം ഖറാഫിയാണ്. ഇമാം ഖറാഫിയുടേതായിട്ടല്ല, പിന്നെയോ ആ കാലത്തുള്ള ചില പണ്ഡിതർ പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടുത്തെ കിതാബിൽ ഉദ്ധരിക്കുകയാണ് ചെയ്തത്. ആ ഖറാഫി ഇമാമിനെ പിന്തുടർന്നുകൊണ്ടാണ് ആ അഭിപ്രായം പറഞ്ഞ മുഴുവൻ ആളുകളും പറഞ്ഞിട്ടുള്ളത്. ഇനി അതാണ് സ്ഥിരപ്പെടുത്താൻ പോകുന്നത്. MT ദാരിമിയെ തന്നെ കൊണ്ടുവരാം. അദ്ദേഹം ഇമാം സർക്കശി തങ്ങളുടെ ഖാദിം എന്ന കിതാബിൽ നിന്ന് വായിക്കുന്നുണ്ട്. അദ്ദേഹം വായിക്കട്ടെ, എന്നിട്ട് നമുക്ക് ആ കിതാബ് നമുക്കൊന്ന് വായിക്കാം. വെക്കുക. ഇമാം തന്റെ ഖാദിമിലും ഖാല സർക്കശിയു ഫീ അൽ ഖാദിമി ഖാല അൽ ഉലമാഉ എന്ന് പറഞ്ഞിട്ട് ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ സർക്കശി ഇമാം, ഇതാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത്. അപ്പൊ ഈ ഖറാഫി പറഞ്ഞതിനെ വിമർശിച്ച ആൾക്കാരുണ്ട്, ഇല്ല നിങ്ങൾ പറയുന്നില്ല. കണ്ടോ, സുർക്കാനി ഇമാമിന്റെ പ്രയോഗം എങ്ങനെയാണ്? ആളെ പേര് പറയാതെയാണ് പറയുന്നത്. ഇവിടെ ബക്കൂരി ഇമാം ഇതിനെ വിമർശിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ബക്കൂരി ഇമാം എന്നുള്ള പേര് പോലും പറയാതെ വളരെ വിശാലമായ ഒന്നിനെ താങ്കൾ കുരുസാക്കി പോയല്ലോ, താങ്കൾക്കൊരു തെളിവുമില്ല എന്ന് പറഞ്ഞിട്ട് വിമർശിച്ചിട്ടുണ്ട്. ശരിയാണ്, വിമർശനം ഉണ്ടായിട്ടുണ്ട്, ആരവല്ല എന്ന് പറഞ്ഞത്. എന്നാൽ സർക്കശി ഇമാമോ വിമർശിക്കല്ല ചെയ്തത്. എന്നാണ് വാക്യബുസാഹിറയിലുള്ളത്. ഞാനത് വായിക്കാം, ഞാൻ വായിക്കാൻ വരുന്നുണ്ട്. അപ്പൊ സർക്കശി ഇമാം വിമർശിച്ചില്ല. ഇനി പോട്ടെ, ഈ ഖറാഫി ഇമാമിന്റെ കിതാബിനെ മനസ്സിലാക്കാൻ അപ്പോ സർക്കശി ഇമാമിന്റെ ഖാദിമിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു എന്നുറപ്പിക്കണമെങ്കിൽ 2 ആൾക്കേ കഴിയൂ. ഒന്ന് സ്വഹാബിക്കാണ്, മറ്റൊന്ന് അത്രയും പഠിച്ച പണ്ഡിതനാണ്. ഈ വാക്ക് ഇമാം സർക്കശിയുടെ ഖാദിമിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആ ഖാദിം ഒന്ന് വായിച്ചു നോക്കാം. ഖാദിം എന്താ പറഞ്ഞത് നോക്കാം. സർക്കശി ഇമാമിന്റെ ഖാദിമിലുള്ള ഇബാറത്ത് എന്താണെന്നറിയോ? ഖാലൽ ഉലമാഉ ഇന്നമാ യസ്ഹു റുയത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അഹദി റജുലൈനി. ഖാദിമിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഖാലൽ ഉലമാഉ, ചില പണ്ഡിതർ പറഞ്ഞിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാൽ അത് 2 ആൾക്കാണ് ഉറപ്പിക്കാൻ പറ്റുക. ഒന്ന് സ്വഹാബിയാണ്, മറ്റൊന്ന് പണ്ഡിതനാണ്. എന്നിട്ട് അതിന്റെ ലാസ്റ്റ് എന്താ പറഞ്ഞത്? സർക്കശി ഇമാമിന്റെ അഭിപ്രായമായി പറഞ്ഞതാണോ? കേട്ടോ, ദക്കറ ദാലിക്കൽ ഖറാഫി ഫീ കിതാബിൽ ഖവാഇദി. ആ ഇബാറത്ത് ഉദ്ധരിച്ച് സർക്കശി ഇമാം പറയാണ്, ഞാൻ ഈ പറഞ്ഞ വാക്ക് അൽ ഖവാഇദിൽ ഖറാഫി ഇമാം പറഞ്ഞതാണ്. അപ്പൊ സർക്കശി ഇമാം സ്വന്തം ഒരു കൗലുണ്ടാക്കിയതല്ല, പിന്നെയോ സർക്കശി ഇമാം ഖാദിം എന്ന കിതാബിൽ ഖറാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് പറഞ്ഞ് ഖറാഫി ഇമാമിലൂടെ അല്ലാതെ ഈ വാക്ക് ആരും ഉദ്ധരിച്ചിട്ടില്ല. അപ്പൊ ഇനി ഖറാഫി ഇമാമിന്റെ ആ കൗലിന്റെ അവസ്ഥയോ? അതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് അൻവാറുൽ ബുറൂഖ് ഫി അൻവാഇൽ ഫുറൂഖ് എന്ന മഹാനായ ഇമാം ഖറാഫിയുടെ കിതാബിലേക്കൊന്ന് പോകാം. അതിലാണ് ഖാലൽ ഉലമാഉ ഇന്നമാ തസ്ഹു റുയത്തുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി അഹദി റജുലൈനി എന്ന് പറഞ്ഞ ഖാദിമിലൊക്കെ ഉദ്ധരിച്ച ആ ഇബാറത്ത് കൊണ്ടുവന്നത്. മഹാൻ പറയുന്നത് ഖാലൽ ഉലമാഉ എന്നാണ്.
സർക്കശി ഇമാം പറയുന്ന ഇമാം ഖറാഫി പറയുന്നത്, ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇമാം ഖറാഫിയുടെ ഈ വാക്കിനെ അക്കാലഘട്ടത്തിൽ തന്നെയുള്ള ഖറാഫി ഇമാമിന്റെ കിതാബിന് വ്യാഖ്യാനം എഴുതിയ, അതിനെ തെഹ്ദീബ് ചെയ്ത് സംസ്കരിച്ച ആളുകൾ ഏത് രൂപത്തിലാ കൈകാര്യം ചെയ്തത് എന്ന് മനസ്സിലാക്കിയാൽ ഈ വിവാദം അവസാനിപ്പിക്കാം. മഹാനരായ ഇമാം ഖറാഫിയുടെ കൂടെ ദർസിൽ ശിഷ്യനായി ഓതിപ്പടിച്ച ആളാണ് ബഹുമാനപ്പെട്ട അബൂ അബ്ദില്ല മുഹമ്മദ് ബിൻ ഇബ്രാഹിമുൽ ബഖൂരി. വഫാത്ത് ഹിജ്റ 707. അപ്പൊ ഖറാഫി ഇമാമിന്റെ ശിഷ്യൻ. ഖറാഫി ഇമാം പറഞ്ഞതിനെ കുറിച്ച് ഇബ്നു ഷാത്ത് പറഞ്ഞതൊക്കെ നമുക്ക് പറയാം. ആദ്യം ശിഷ്യൻ പറഞ്ഞതെന്ന് പറയാം. നേരെ ശിഷ്യനും നേരിട്ട് ഖറാഫി ഇമാമിന്റെ ദർസിൽ പങ്കെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ഇമാം ബഖൂരി പറയാണ്, കുൽത്തു, ഇത് നമ്മൾ പഠിക്കണം. കുൽത്തു, ഞാൻ പറയട്ടെ. ഏതാ കിതാബ്? തർതീബുൽ ഫുറൂഖി വഖ്തിസാറുഹാ. ഇമാം ഖറാഫിയുടെ കിതാബിനെ തന്നെ തർതീബ് ചെയ്ത് മുഖ്തസറാക്കി മഹാനവറുകൾ എഴുതിയ കിതാബ്. യഥാർത്ഥത്തിൽ ഖറാഫി ഇമാമിന്റെ കിതാബ് നോക്കണമെങ്കിൽ ബഖൂരിയുടെ കിതാബിലൂടെയാണ് അത് നടത്തേണ്ടത്. എന്താണ് അതിൽ പറഞ്ഞത് കേട്ടോ? കുൽത്തു, ഞാൻ പറയട്ടെ. ലഖദ് ളയ്യഖ്ത വാസിആ. ഈ ഒരു ഉദ്ധരണി കൊണ്ടുവന്നതോടുകൂടി വിശാലമായ ഒരു കാര്യത്തെ നിങ്ങൾ കുടുസാക്കിയിരിക്കുകയാണ്. ഇമാം ബഖൂരി പറയാണ്, എല്ലാവർക്കും കാണാം, ആണിനും പെണ്ണിനും, ഏത് നാടനും അമുസ്ലിമിന് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശാലമായി പറഞ്ഞ ഒന്നിനെ നിങ്ങൾ വളരെ കുടുസാക്കിയിരിക്കുന്നു. ഇനി കേട്ടോളൂ, ഇത് വായിച്ച അർത്ഥം വെച്ചിട്ട് മതി ബാക്കി കാര്യം. വമാ അലല്ലദീ ഖുൽതഹു ദലീൽ. ഇമാം ഖറാഫിയുടെ ശിഷ്യനും അക്കാലഘട്ടത്തിലെ പ്രഗൽഭ പണ്ഡിതനും അവിടുത്തെ കിതാബിന് ആ രൂപത്തിൽ തഹ്ദീബ് ചെയ്ത് അതിൽ ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കി അതിനെ സ്ഫുടം ചെയ്ത് കിതാബേദിയ ഇമാം ബഖൂരി പറയുകയാണ്, വമാ അലല്ലദീ ഖുൽതഹു ദലീൽ. പണ്ഡിതർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന വാക്കിന്, നിങ്ങളുടെ വാക്കിന് ഒരു തെളിവും ഇല്ല. കഴിഞ്ഞില്ലേ? വലാ ബുർഹാൻ, ഒരു രേഖയുമില്ല. എന്തല്ലാതെ ഇല്ലാ മുജറദു ദഅവൽ ഹഖ് ഫീ ഖിലാഫിഹാ. എന്താണ് ആ വാക്ക്? ഹഖിനെ വാദിക്കുക. ഫീ ഖിലാഫിഹാ, ഹഖിന്റെ എതിരിൽ. സംഗതി കള്ളത്തരാണ്, എന്നിട്ടതിനെ ഹഖായി വാദിക്കുക എന്നതല്ലാതെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇമാം ബഖൂരിയുടെ സാക്ഷ്യം. അപ്പൊ ആ കലാമ് തന്നെ തള്ളപ്പെട്ടു. അങ്ങനെ ഒരു വാക്ക് തന്നെയല്ല. ദലീലില്ല എന്ന് പറഞ്ഞപ്പോ തന്നെ കഴിഞ്ഞില്ലേ? ദലീലില്ല, ബുർഹാനില്ല. ഇത് സത്യത്തിനെതിരിൽ കൊണ്ടുവന്നതാണ്. സത്യത്തിനെതിരിൽ ഈ കള്ളത്തരം എന്ന് പറയാ. ഇമാം പിന്നെ ഖറാഫി ഇമാമിന്റെ അഭിപ്രായമല്ലത്. മൂപ്പര് അഭിപ്രായം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ മൂപ്പർക്ക് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞപ്പോ അത് ക്ലിയർ ചെയ്യുകയാണ് മൂപ്പര ശിഷ്യൻ. ഇല്ല, അത് ധാരണാപെശക് സംഭവിച്ചതാണ്. ആ സംഭവത്തിൽ ഒരു ദലീലോ തെളിവോ ഇല്ല. അത് ഹക്കിനെതിരായ വാദമാണ്. കഴിഞ്ഞ് അതോടുകൂടി ഖറാഫി ഇമാമിന്റെ ഖൗല് ആ രൂപത്തിൽ അന്ന് തന്നെ അതിനെ ഉലമാ തള്ളി. അസിലാണ് പൊട്ടിയാൽ അതിനോട് തുടർന്ന് വരുന്നതൊക്കെ പൊട്ടും. അതാണ് ബഹുമാനപ്പെട്ട സർക്കശി ഇമാമ് ആ ഖൗലുദ്ധരിച്ച് ദക്കറൽ ഖറാഫി. ഖറാഫിന്റെ വാക്കിന്റെ അവസ്ഥയാണെങ്കിലോ അത് അക്കാലത്ത് തന്നെ തള്ളിയതുമാണ്. അപ്പൊ അത് മുഴുത്തമതാക്കാൻ പാടില്ല, അത് പറയാനേ പാടില്ല. കണ്ടോ നിങ്ങൾ എത്ര വ്യക്തമാണ് നമ്മുടെ ഈ ഭാഗങ്ങൾ. ഇനി ഖവാക്കിബു സാഹിറ വായിക്കുന്നുണ്ട് അദ്ദേഹം, അത് വെച്ചോടുക്ക്. അൽ ഖവാക്കിബു സാഹിറ എന്ന കിതാബ്, ആ കിതാബ് ഹിജ്റ 894 രചിക്കപ്പെട്ട കിതാബാണ്.
ആ കിതാബിൽ ഒരു അധ്യായമുണ്ട്, അഖ്സാമുൻ നാസ് ബൈനൽ ജസ്മി ബിറുയതി സല്ലല്ലാഹു അലൈഹി വസല്ലം വതജ്വീസ്. നബി തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് ഉറപ്പിക്കുക, ആവാം ആവാതിരിക്കാം എന്ന നിലയിൽ ആവുക. ഈ രണ്ടിന്റെ ഇടയിൽ ജനങ്ങളുടെ വിവിധ വിഭാഗങ്ങളെ പറ്റി പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഖറാഫി ഇമാമിന്റെ ഈ ഇബാറത്ത് ഉദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹിയെ സ്വപ്നം കണ്ടു എന്ന് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നിരിക്കൽ അയാൾ സഹാബി ആയിരിക്കണം, അല്ലെങ്കിൽ അയാൾ റസൂലുള്ളാഹിനെ അറിയുന്ന ആളായിരിക്കണം. അല്ലാത്തവർ കണ്ടാൽ നബി ആവാം ആവാതിരിക്കാം എന്ന ഖറാഫി ഇമാമിന്റെ അഭിപ്രായം ഉദ്ധരിച്ചതിന് ശേഷം എന്താണ് സർക്കശി ഇമാമത്തിനെ തള്ളല്ല ചെയ്തത്. അക്കാലത്തുള്ള എല്ലാ ഉലമാഉം ഖറാഫി ഇമാമിനെ തള്ളി എന്ന് പറഞ്ഞാൽ പിന്നെ സർക്കശി ഇമാമിന്റെ എക്കാലത്തുള്ളതാ? സർക്കശി ഇമാം അദ്ദേഹത്തെ പിന്തുടരുകയാണ് ചെയ്തത്. ഷാഫി മദ്ഹബിലെ മുടി ചൂടാമന്നനായ ഇമാമാണ് സർക്കശി ഇമാം. ആ സർക്കശി ഇമാം ഖറാഫി ഇമാമിനെ പിന്തുടർന്നു എന്നാണ് പറയുന്നത്. അപ്പൊ സർക്കശി ഇമാം പിന്തുടർന്നു. ഇനി അൽ കവാകിബ് സാഹിറയിൽ ബഹുമാനപ്പെട്ട ആരിഫ് ബില്ലാഹ് അബ്ദുൽ ഖാദിർ സാദുലി റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? ആരിഫായ വ്യക്തിയാണ് അൽ ആരിഫ് ബില്ലാഹ് അബ്ദുൽ ഖാദിർ സാദുലി. സാദുലി തരീഖത്തുകാരനായ അൽ ആരിഫ് ബില്ലാഹ് അബ്ദുൽ ഖാദിർ എന്നവർ പറയാണ് റളിയല്ലാഹു അൻഹു. ഉപരെന്താ പറയുന്നത്? ഖുൽതു, ഞാൻ പറയട്ടെ, ഹാസിലു മാ ദക്കറഹുൽ ഖറാഫി ഹുവ ഐനു മാ ഖാലഹുൽ ഖാലി ഇയാദ് വ ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ. ഖറാഫി പറഞ്ഞത് തള്ളണം എന്നല്ല പറഞ്ഞത്. ഖറാഫി പറഞ്ഞത് അതിന്റെ ആകത്തുക അത് ഖാലി ഇയാദ് റളിയല്ലാഹു അൻഹും ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ അസ്ഖലാനിയും പറഞ്ഞത് തന്നെയാണ്. അപ്പൊ മൂപ്പർ ഒന്നുകൂടി ബലപ്പെടുത്തുക ചെയ്തത്, പിന്നോട്ടിനെ മാത്രമല്ല ചെയ്തത്, ഒന്നുകൂടി അത് ശക്തിപ്പെടുത്തി. എല്ലാം കഴിഞ്ഞു. ദാരിമി വായിച്ചത് നിങ്ങൾ നല്ല ഉഷാറുള്ള കിതാബാണ്. അത് നേരത്തെ നിങ്ങൾ വായിച്ചാൽ നമുക്ക് ഈ പ്രശ്നം അന്ന് തന്നെ അവസാനിപ്പിക്കായിരുന്നു. എന്താണ് അൽ കവാകിബു സാഹിറയിൽ പറഞ്ഞത്? ഖാലൽ ഖറാഫി ഫീ ഖവാഇദിഹി, ഇമാം ഖറാഫി അവിടത്തെ ഖവാഇദിൽ പറഞ്ഞിട്ടുണ്ട്. വതബിഅഹു, ആ ഖറാഫി ഇമാമിനോട് പിന്തുടർന്നിട്ടുണ്ട്. അസ്സർകശിയു, ഇമാം സർകശി എന്നിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഖറാഫി ഇമാമിന്റെ വാക്കുദ്ധരിക്കുകയാണ്. ഏത് വാക്ക്? ഒന്നുകിൽ സ്വഹാബിയാകണം, അല്ലെങ്കിൽ ആരാകണം? അത്രയും പഠിച്ച ആളാകണം എന്ന് പറഞ്ഞ ആ കിതാബിൽ അതിന്റെ തൊട്ടുശേഷം നിങ്ങൾ വായിച്ചല്ലോ, ഖുൽതു, ഞാൻ പറയട്ടെ. എന്താണ് ആ പറഞ്ഞത്? അത് നിങ്ങളൊന്ന് വ്യക്താക്കി. പ്രശ്നം തീരുകയാണ്. അതായത് ഖറാഫി ഇമാമിന്റെ വാക്ക് തള്ളണം എന്ന് ഇമാം ബഖൂരി പറയാണ്. എന്നാൽ അൽ കവാകിബു സാഹിറയിൽ ഖറാഫി ഇമാമിന്റെ വാക്കും സർകശി ഇമാമിന്റെ വാക്കും എടുത്തുദ്ധരിച്ചുകൊണ്ട് ഷാദുലി ത്വരീഖത്തിലെ വലിയ മഹാനായ മഹാൻ പറയാ, ഹാസിലു മാ ദക്കറഹുൽ ഖറാഫി ഹുവ ഐനു മാ ഖാലഹുൽ ഖാദി ഇയാദ്. ഖാദി ഇയാദ് തങ്ങൾ പറഞ്ഞതിന്റെ അതേ രൂപമാണ് ആര് പറഞ്ഞത്? ഇമാം ഖറാഫിയും സർകശിയും പറഞ്ഞത്. പൂർത്തിയായില്ലേ? എന്താ ഖാദി ഇയാദ് പറഞ്ഞു നോക്കിയാൽ മതിയല്ലേ നീ? അപ്പൊ എന്താ നടന്നെന്ന് ദാരിമിക്ക് തിരിഞ്ഞില്ല. എന്തോന്ന് കണ്ട് ഖറാഫിയാണ് പറഞ്ഞതാണ്. ബഖൂരി ഇമാം തള്ളി അതിനെ. എന്നാൽ കവാകിബു സാഹിറയുടെ മുസന്നിഫ് അദ്ദേഹം അതിനൊരു ന്യായീകരണം കൊടുക്കുകയാണ്, നല്ല ഒരു വ്യാഖ്യാനം. തള്ളണ്ട. പിന്നെ ഖറാഫി പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഖാദി ഇയാദ് എന്താണോ പറഞ്ഞത്, ഖാദി ഇയാദ് പറഞ്ഞതാണ് ഇവിടെ ഉദ്ദേശം. ഇനി എന്താ ഖാദി ഇയാദ് പറഞ്ഞത്? ഖാദി ഇയാദ് പറഞ്ഞത് അതാ ഫതുൽ ബാരി എന്ന് ഞാൻ വായിക്കാം. يحتمل أن يكون المراد بقوله فقد رآني أو قد رأى الحق أن من رآه على صورته في حياته كانت رؤياه حقا ومن رآه على غير صورته كانت رؤيا تأويل. അതാ ഖാദി ഇയാദ് തങ്ങൾ പറഞ്ഞത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയപ്പെട്ട രൂപത്തിലാണ് കണ്ടതെങ്കിൽ അവിടെ തഅ്വീൽ വേണ്ട, വ്യാഖ്യാനം വേണ്ട. അല്ലാത്ത രൂപത്തിലാണെങ്കിൽ വ്യാഖ്യാനം വേണം എന്ന ഖാദി ഇയാദിന്റെ ഖൗല് തന്നെയാണ് ഇവിടെ ഉദ്ദേശമെന്ന് അതാ തെളിയിക്കുകയാണ് കവാകിബു സാഹിറയിൽ.
എന്നിട്ട് മഹാൻ അതിൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, അത് വിശദീകരിച്ചുകൊണ്ട് എന്താ പറഞ്ഞത്? ഇത് പ്രത്യേകം നീ മനസ്സിലാക്കിക്കോ, ഇത് കിതാബെന്ന് അങ്ങനെ അങ്ങോട്ട് കിട്ടൂല, ഇതൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് നിനക്ക് പറഞ്ഞു തരാണ്. അതെങ്ങനെ ഖാദിയാദ് പറഞ്ഞതായി അതൊക്കെ മൂപ്പര് കൃത്യമായിട്ട് അതിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അൽ-കവാക്കിബു സാഹിറ എടുത്തതോടുകൂടി എവിടെത്തി കാര്യം? അബുൽ ഫضൽ അബ്ദുൽ ഖാദിർ ഇബ്നുൽ ഹുസൈൻ എന്ന മഹാന ഷാദുലി മഹാനാളോ കവാക്കിബു സാഹിറിന്റെ മുസന്നിഫ്, മൂപ്പര് അതിനൊന്ന് നന്നാക്കി. ഖറാഫി പറഞ്ഞതും സർക്കശി ഇമാം പറഞ്ഞതും തള്ളണ്ട, അത് ഖാദിയാദ് പറഞ്ഞു തന്നെയാണ്. ഖാദിയാദ് എന്താ പറഞ്ഞ്? ശൈത്താൻ വരുന്നല്ല. പിന്നെയോ നമ്മൾ പഠിച്ച രൂപത്തിലാണ് കണ്ടതെങ്കിൽ അതങ്ങനെ തന്നെ, വ്യാഖ്യാനം വേണ്ട. അല്ലെങ്കിൽ വ്യാഖ്യാനം വേണം. ഇതാണ് ഖാദിയാദ് പറഞ്ഞത്, അതേ വാക്കാണ് ഖറാഫി പറഞ്ഞത്. അല്ലാതെ ശൈത്താൻ വരും എന്ന് മനസ്സിലാക്കണ്ട. നല്ല കിതാബ് നിങ്ങൾ ഇംദാദ് വായിച്ച പോലെ ഇപ്പോ അൽ-കവാക്കിബു സാഹിറ വായിച്ച് ദയമേ തീരുമാനമാകുക. അപ്പൊ അതുകൊണ്ട് ഖറാഫി ഇമാമിന്റെ വിഷയത്തിൽ രണ്ട് മറുപടി. ഒന്ന്, ആ കാലത്ത് തന്നെ അതിനെ തള്ളിക്കളഞ്ഞു. രണ്ട്, സർക്കശി ഇമാമ് പറഞ്ഞതും ഖറാഫി ഇമാമ് പറഞ്ഞതും ഖാദി ഇയാദ് പറഞ്ഞത് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. പിശാചി വരുമെന്നല്ല എന്ന് അൽ-കവാക്കിബു സാഹിറ പറഞ്ഞതോടെ ആ ഖൗലും ഇങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് മനസ്സിലാക്കുക. പൂർത്തിയായല്ലോ. ഓരോ കിതാബ് എടുത്ത് പെടാൻ വേണ്ടി ധാരിമി വരും. അപ്പൊ ഇനി പറയാൻ പോകുന്നത് സുർഖാനി ഇമാമിന്റെ ആണ്. സുർഖാനി ഇമാമിന്റെ അൽ മവാഹിബുൽ ലദുന്നിയുടെ ശറഹ്. ഇനി അതിൽ വല്ല പിടുത്തുണ്ടോ നോക്കാം നമുക്ക്. അയാളൊന്ന് വായിക്കട്ടെ. സുർഖാനി ഒരു പിടുത്തവും കിട്ടൂല നിങ്ങൾക്ക്. ഏത് കിതാബുകൾ വായിച്ചാലും സ്വഹാബിക്കെ കാണാൻ കഴിയൂ എന്ന് വായിക്കുന്ന എന്തുണ്ടോ അവിടെ ഖറാഫി ഇമാം ഉണ്ടാവും. ഖറാഫി ഇമാമിന്റെ ഉദ്ധരണിയാണെങ്കിലോ അത് തള്ളപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. പൂർത്തിയായി. ഒരു വജുഹുങ്ങൾക്കില്ല. സുർഖാനി വായിക്കട്ടെ. എന്താ പറഞ്ഞത്? അത് ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു. പക്ഷെ അത് മുഴുവൻ വിശദീകരിക്കുവാൻ എനിക്ക് സമയം കിട്ടിയില്ല. ബഹുമാനപ്പെട്ട ഇമാം സുർഖാനി റളിയല്ലാഹു തആല പറയുന്നത് ഫഇന്ന ശൈത്താന ലാ യതകവ്വനുനി എന്ന റിപ്പോർട്ട് ഞാൻ വിശദീകരിക്കണം. ശൈത്താൻ ഞാൻ ഉണ്ടാകുന്നത് പോലെ ഉണ്ടായി വരൂല എന്ന് പറഞ്ഞ ഈ ഹദീസിനെ പറ്റി പറയാണ്. യുഖയ്യിദു മുത്ലഖൽ അഹാദീസിൽ മുഫീദത്തി അന്നഹു ലാ യതമസ്സലു ബിഹി അലാ അയ്യി സിഫത്തിൻ. ഏത് കോലത്തിലും നബിയെ കൊണ്ട് രൂപാന്തരപ്പെടാൻ ശൈത്താന് കഴിയൂല എന്ന് പറഞ്ഞതിനെ ഉപാധിപ്പെടുത്തുന്ന ഒരു വാക്യമാണത്. ഏത് കോലത്തിലും വരൂല എന്നല്ല, മറിച്ച് നബിയുടെ കോലത്തിൽ വരൂല അപ്പോ എങ്ങനെ കണ്ടാലും നബിയെ തന്നെയാണ് കണ്ടത് എന്ന് വരുത്തുന്ന ഹദീസുകൾ എങ്ങനെ കണ്ടാലും എന്നല്ല, നബിയുടെ കോലത്തിൽ വന്നാൽ നബിയെ തന്നെയാണ് കണ്ടത് എന്ന് വരുത്തുന്ന ഹദീസാണിത് എന്നാണ് സുർഖാനി രേഖപ്പെടുത്തുന്നത്. നല്ലോണം ശ്രദ്ധിക്കണം. ഈ അഭിപ്രായമാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആരൊക്കെയാണ് പണ്ഡിതന്മാര്? ഖറാഫിയാണോ? സുർഖാനി അവിടെ ഖറാഫി എന്ന് പറയുന്നത് സുർഖാനിയാണ്. മിൻഹും അൽ ഹകീം തുർമുദിയു വ ഇയാദുൻ. അതിലെ ഹകീം തുർമുദിയും ഇയാദും ആണുള്ളത്, ഖാലി ഇയാദും ആണുള്ളത്. അവരൊക്കെ ഖറാഫി ഇമാമിന്റെ മുമ്പുള്ള ആൾക്കാരല്ലേ? എന്നിട്ട് പറയാണ് അപ്പൊ അവരുടെ അടുക്കൽ അവരുടെ അടുക്കൽ നബിയുടെ സ്വപ്ന ദർശനം സഹീഹാകുന്നത് രണ്ടാളുകൾക്ക് മാത്രമാണ്. ഒന്ന് നബിയെ കണ്ട സഹാബി, ഒന്ന് നബിയുടെ അവസ്ഥ അറിയുന്ന ആള്. അപ്പോ സുർഖാനി വായിക്കുകയാണ്. എന്നാൽ അവിടെ ദാരിമി ഞാനൊന്ന് ശരിക്കും വായിച്ചരങ്ങൾക്ക്. ഖറാഫി ഇമാമിൻ്റെതല്ലാത്ത ഒരു സംഭവവും അവിടെ ഇല്ല. അതാദ്യം മനസ്സിലാക്കാം. എന്താണ് അതിൽ പറഞ്ഞത്? സുർഖാനി ഇമാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയാണ് ഫഹാദൽ ഹദീസു. ഇതൊക്കെ ഞാൻ പ്രാമാണികമായുള്ള ഗണനമാണ്. ചിലപ്പോൾ ഇത് നേരെ തിരിയൂല, വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരും. കറക്റ്റാണ്. ഇനിയിത് ദർസ് നടത്തണമെങ്കിൽ അങ്ങനെ ആക്കാം. നേരിട്ട് ചർച്ചയ്ക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി പറയുന്നുണ്ട്. ഫഹാദൽ ഹദീസു യുഖയ്യിദു മുത്ലഖൽ അഹാദീസ്.
ഖലീലത്തുൽ മുഫീദ അന്നഹു ലാ യതമസ്സലു ബിഹി അലാ അയ്യി സിഫത്തിൻ കാനത്. ഈ ഹദീസ് അഥവാ ലാ യതമസ്സലു ബി, ഞാനുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ പിശാചി ഇടപെടില്ല എന്ന് നിരുപാധികം പറഞ്ഞ ഹദീസ് ചില ഖൈദുകൾ കൊടുക്കണം എന്ന് ഇമാം അവറുകൾ പറയാണ്. എന്നിട്ട് പറഞ്ഞു വഖദ് ദഹബ ഇലാ ഹാദാ ജമാഅ, അങ്ങനെ ഖൈദ് കൊടുക്കണം എന്നതിലേക്ക് പോയിട്ടുണ്ട് ഹക്കീമു തുർമുദി തങ്ങളും ഖാദി ഇയാദ് തങ്ങളും. എന്നിട്ട് ഫഖാലു ഫിൽ ഹദീസി ഇന്ന മഹല്ല ദാലിക ഇദാ റആഹു റായി അലാ സൂറത്തിഹി ലത്തി കാൻ, ഈ പറഞ്ഞ ഹദീസിന്റെ സ്ഥാനം നബി തങ്ങളുടെ ഒറിജിനൽ രൂപത്തിൽ കണ്ടാലാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇമാം സുർക്കാനി ആദ്യം കൊണ്ടുവന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ബഹ്സ് അവിടെ നടത്തുകയാണ്. അതെന്താ? അതിന്റെ ശേഷം ഫഇന്നമാ തസിഹു റുയാഹു, അപ്പോൾ ആ കാണുന്ന കാഴ്ച ശരിയാകും ഇന്ദഹാഉലായി, ഈ പറഞ്ഞ ഇമാമിങ്ങളുടെ സമീപത്ത് ലി അഹദി റജുലൈനി, രണ്ടാലൊരാൾക്ക്, ഒന്ന് സ്വഹാബിയാണ്, മറ്റൊന്ന് അതൊക്കെ പഠിച്ച ആളാണ്. അപ്പൊ രണ്ട് കാര്യം അവിടെ മനസ്സിലാക്കണം. ഒന്ന്, ഹക്കീമു തുർമുദി തങ്ങളും ഖാദി ഇയാദ് തങ്ങളും പറഞ്ഞതെന്താ? ആ ഖാദി ഇയാദ് പറഞ്ഞതിനെ ഇമാം സുർക്കാനി ഇങ്ങനെ വിലയിരുത്തുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഇത് രണ്ടും പഠിക്കണം തരുമി. ഒന്നുകൂടി അയാൾക്ക് അവസരം കൊടുക്കാം, എന്നിട്ട് ഞാൻ അതൊന്ന് പറയാം. വെക്ക്. അത് ശൈത്താനിന്റെ കോലപ്പെടലിലും ആവാം. ഇത് ഹക്കീമു തുർമുദി ഖാദി ഇയാദിൽ നിന്ന് അവരുടെ അഭിപ്രായം എങ്ങനെയെന്ന് പറഞ്ഞിട്ടാണ് സുർക്കാനി പറയണത്. സുർക്കാനി ഇമാം അങ്ങനെ പറയുന്നത്. നമ്മൾ സുർക്കാനി ഇമാം എന്താ പറഞ്ഞതെന്നുള്ള ചർച്ച ചെയ്യണത്. എന്നിട്ട് പിന്നെ പറയാണ് അപ്പൊ പിശാച് കോലപ്പെട്ട് വന്നതുമാവാം. വലാ യുഫീദുഹു ഖൗലുഹു ലില്ലദീ യറാഹു അന റസൂലുള്ളാഹ് വലാ ഖൗലു മൻ യഹ്ദുറു മഅഹു ഹാദാ റസൂലുള്ളാഹ്. അങ്ങനെ പിശാച് കോലപ്പെട്ടു വന്നത് ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നോ അല്ലെങ്കിൽ പിശാചിനെ പറ്റി അവൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് വേറൊരാളോ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല എന്ന് സുർക്കാനി ഇമാം ഹക്കീമു തുർമുദിയുടെയും ഖാദി ഇയാദിന്റെയും അതുപോലത്തെ ആളുകളുടെയും അഭിപ്രായമായിട്ട് ഉദ്ധരിച്ചതിന് ശേഷം പിന്നെ പറയുന്നത് അതാണ്. അത് തീർന്ന്. ഇവിടെ കാര്യങ്ങൾ എത്ര വ്യക്തമെന്നറിയോ? ഇവിടെ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം സുർഖാനി ആരെ കൊണ്ടുവരുന്നു? ഖാദി ഇയാദ് തങ്ങളെയും ഹക്കീമു തുർമുദി തങ്ങളെയും. ഇവരെന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു എന്ന് പറയണമെങ്കിൽ അവിടെ നിന്ന് ജീവിച്ചിരിപ്പുള്ള രൂപത്തിൽ കാണണം. അല്ലാതെ കണ്ടാൽ അത് ശൈത്താനാണെന്നോ ഇത് സ്വഹാബിക്ക് മാത്രമേ ആകൂ എന്നോ ഖാദി ഇയാദ് തങ്ങളോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹക്കീമു തുർമുദി തങ്ങളോ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം ഹക്കീമു തുർമുദി തങ്ങളുടെ കൗലും ഖാദി ഇയാദ് തങ്ങളെ കൗലും നേരത്തെ രേഖപ്പെടുത്തിയതാണ്. സുർഖാനി 1000 ശേഷം വന്നതല്ലേ. അതിനു മുമ്പ് തന്നെ ഈ കൗലുണ്ട്. ഞാൻ വായിച്ചരങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളുടെ ഫത്ഹുൽ ബാരിയിൽ ഖാദി ഇയാദിന്റെ കൗലുണ്ട്. ഖാദി ഇയാദ് തങ്ങൾ എന്താ പറഞ്ഞത്? അതെ, അലാ സൂറത്തിഹി ഫി ഹയാത്തിഹി കണ്ടാൽ കാന റുയാഹു ഹഖാ, നേർക്ക് നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ തന്നെ കണ്ടാൽ അവിടെ തഅ്വീൽ വേണ്ട, വ്യാഖ്യാനം വേണ്ട. അല്ലാത്ത രൂപത്തിൽ കണ്ടാൽ അവിടെ വ്യാഖ്യാനം വേണം. ഇതാ ഖാദി ഇയാദ് തങ്ങളെ കൗല്. അപ്പൊ ഖാദി ഇയാദ് തങ്ങളുടെ കൗല് ഒരിക്കലും സ്വഹാബിയാകണമെന്നോ അല്ലെങ്കിൽ ശൈത്താൻ വരുമോ എന്നുള്ള കൗലല്ല. അങ്ങനെ ഒരു കൗല് ഖാദി ഇയാദ് തങ്ങൾക്ക് ഇല്ല. ഫത്ഹുൽ ബാരി എടുത്തു നോക്ക്. ഇനി ഹക്കീമു തുർമുദി തങ്ങൾക്കുണ്ടോ? ഹക്കീമു തുർമുദി തങ്ങളുടെ ഖൗല് ഫൈദുൽ ഖദീറിൽ കാണാം. വലാഹിറുൽ ഹദീസ് അന്ന റുയാഹു സ്വഹീഹ വഇൻ കാന അലാ ഗൈരി സിഫത്തിഹിൽ മഅറൂഫ വബിഹി സ്വറഹ അൻ-നബവി മുളഇഫൻ ലിതഖയീദിൽ ഹക്കീമി തുർമുദി. അതല്ലേ നമ്മൾ വായിച്ചത്? ഹക്കീമു തുർമുദിയുടെ ഖൗല്
ഖാദി ഇയാദ് തങ്ങളുടെ കൗലൊക്കെ ശറഹ് മുസ്ലിമിൽ അതാ കൃത്യമായി കൊടുത്തു. നബി ഇമാം എന്നെ തുടങ്ങുന്നത് ഖാലൽ ഖാദി പറഞ്ഞിട്ടാണ്. ഖാദിയാർ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബവി ഇമാം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അത്? എങ്ങനെ കണ്ടാലും, അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും ഒരു വ്യാഖ്യാനവും വേണ്ട എന്ന കൗല് എങ്ങനെയാ നബി ഇമാം പറഞ്ഞത്? മുദഇഫൻ ലിതഖീദിൽ ഹകീമി തിർമിദി വഇയാ. ഖാദി ഇയാദ് തങ്ങളുടെയും ഹകീം തിർമിദി തങ്ങളുടെയും വാക്കിനെ ബലഹീനമാക്കി നബി ഇമാം പറയുകയാണ്. അപ്പൊ നബി ഇമാം പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് വരുന്ന കൗല ഏതാ? നേർക്ക് നേരെ കണ്ടാൽ വ്യാഖ്യാനം വേണ്ട, അല്ലെങ്കിൽ വ്യാഖ്യാനം വേണം. ഈ കൗലാണ് ഹകീം തുർമുദി തങ്ങൾക്കും ആർക്കുള്ളത്? മഹാനരായ ഖാദി ഇയാദ് തങ്ങൾക്കുള്ളത്. അല്ലാതെ സ്വഹാബി ആവണം അല്ലെങ്കിൽ പിശാചാണ്, ഇതൊന്നും രണ്ടാളും പറഞ്ഞിട്ടില്ല. പിന്നെ സുർഖാനിയിൽ എന്താ പറഞ്ഞത്? സുർഖാനിയിൽ ഈ രണ്ട് മഹാന്മാരുടെ കലാമ് ഉദ്ധരിച്ചതിന്റെ ശേഷം മൂപ്പർ ഒരു ബഹ്സ് ചെയ്യാണ്. എന്ത്? അപ്പോൾ അവര് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ഇങ്ങനെയാകണം. ആരുടെ കൗലനുസരിച്ച്? ഖറാഫിയുടെ കൗലനുസരിച്ച്. അതാ ഞാൻ പറഞ്ഞത്, ഖറാഫിയിലേക്ക് മടങ്ങാത്ത ഒരൊറ്റ കൗലും ഇതിൽ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല. ഫൈന്നമാ തസിഹു എന്ന് പറഞ്ഞിട്ട് ആ കൗല് പൂർത്തിയായപ്പോ ശിഹാബുൽ ഖറാഫി, ഈ വാക്കിനെ അല്ലാമ ശിഹാബുൽ ഖറാഫി ഖവാഇദിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ബഹ്സ് ഖറാഫി പറഞ്ഞതാണ് അതിന്റെ ശേഷമുള്ളത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഖറാഫിന്റെ കൗലാണ്. ഖറാഫിന്റെ കൗലാണെങ്കിലോ അക്കാലത്ത് ബക്കൂരി തള്ളി. ശേഷം വരുന്ന കവാക്കിബ് സാഹിറയിൽ ഒന്നുകിൽ അതിനെ വ്യാഖ്യാനിക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ അത് വിശദീകരിച്ചു. അപ്പൊ ഇമാം സുർഖാനി മൂപ്പര ഭാഷയിൽ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഖറാഫിയെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതിന്റെ അവസ്ഥ ഇങ്ങനെയുമാണ്. അപ്പൊ ഖാദി ഇയാദിലോ ഹകീം തുർമുദി തങ്ങളിലോ ഒരു പിടുത്തവും എവിടെയുണ്ടാവില്ല. ഒക്കെ മടങ്ങുന്നത് ഏതിലേക്കാണ്? നമ്മുടെ പിന്നെ ഈ പറഞ്ഞ ഖറാഫി ഇമാമിലേക്കാണ്. അവിടെ പിന്നെ ഇബ്നു ഷാത്ത് തങ്ങളൊന്ന് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ. ഖറാഫി ഇമാമിന്റെ ഫുറൂഖ് അല്ലെങ്കിൽ ഖവാഇദ് എന്ന കിതാബിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇബ്നു ഷാത്ത് അത് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കണം. അപ്പോ നമ്മള് ഖറാഫി ഇമാമിന്റെ കൗല് അല്ലാമ ബക്കൂരിയെ കൊണ്ടുവന്ന് അതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കിയപ്പോ ഇവര് പറയാ, ഇബ്നു ഷാത്ത് എന്നൊരാള് ഖറാഫി ഇമാമിന്റെ കിതാബിന് വ്യാഖ്യാനം എഴുതുകയും അതിനെ തഹ്ദീബുകയും ചെയ്തിട്ടുണ്ട്. മൂപ്പര് അതിനെ എതിർത്തിട്ടില്ല. മൂപ്പർക്ക് എതിർക്കേണ്ട കാര്യമല്ല. കാരണം എന്താ? ഖറാഫി ഇമാമിന്റെ നേരെ ശിഷ്യനായ ബക്കൂരി ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. പിന്നെ ഞാൻ എതിർക്കേണ്ട ആവശ്യമാണ് മൂപ്പർക്ക്. മൂപ്പരെ അതിനെ സ്ഥിരപ്പെടുത്തിയിട്ടില്ലല്ലോ. എതിർക്കാൻ അർഹതയുള്ള ആളാരാ? ഇമാം ബക്കൂരിയാണ്. മൂപ്പരെ ചെയ്തിട്ടുണ്ട്. ഖറാഫി ഇമാമിന്റെ വാക്ക് ശരിയല്ല, അത് സത്യത്തിന് വിരുദ്ധമായ വാക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം പൊളിഞ്ഞുപോയി. ഇനിയിപ്പോ മൂപ്പര് ഫതുഹുൽ ബാരി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവിടെ വല്ല പിടുത്തുണ്ടോ? വെക്ക്. അതാണ് നബിയെ സ്വപ്നം കാണുക, നബിയിൽ നിന്നുള്ള വല്ലതും സ്വപ്നം കാണുക, നബിയിലേക്ക് ചേർക്കപ്പെട്ടത് സ്വപ്നം കാണുക എന്നതിനെ മറ്റൊരു ഭാഷയിൽ പറയുന്നത് എങ്ങനെയാണ്? അന്നമൻ റആഹു അലാ സിഫത്തിൻ ഔ അക്സറ മിമ്മാ യഖ്തസ്സു ബിഹി, നബിയുടെ പ്രത്യേകമായ ഒരു സിഫത്ത് കൊണ്ടോ ഒന്നിലധികം സിഫത്ത് കൊണ്ടോ നബി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ ഫഖദ് റആഹു, അവൻ നബിനെ തന്നെയാണ് സ്വപ്നം കണ്ടത്. മറ്റെല്ലാ വലൂകാലത്ത് സായിറു സിഫാത്തി മുഖാലിഫത്തൻ, മറ്റെല്ലാ സിഫത്തുകളും എതിരായിരുന്നാൽ പോലും. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാൻ വഅലാ ദാലിക ഫതതഫാവതു റുഅയാ മൻ റആഹു ഫമൻ റആഹു അലാ ഹൈഅതിഹിൽ കാമില, നബിയെ പൂർണ്ണമായ രൂപത്തിലാണ് കാണുന്നതെങ്കിലോ അപ്പൊ അവിടെ ഒരു വിശദീകരണം പിന്നെ അവിടെ ഒരു വ്യാഖ്യാനത്തിനൊന്നും ആവശ്യമില്ലാത്ത വിധം അത് വളരെ കൃത്യമാണ്. നബിയുടെ സിഫത്തുകൾ വളരെ കുറഞ്ഞു വരികയാണെങ്കിലോ അതനുസരിച്ച് വ്യാഖ്യാനം വരുന്നതാണ്, കടന്നു വരുന്നതാണ്.
രണ്ടായാലും വയസിഹു ഇത്ലാഖു അന്ന കുല്ല മൻ റആഹു ഫി അയ്യി ഹാലത്തിൻ കാനത മിൻ ദാലിക. അപ്പോ ഫത്ഹുൽ ബാരിയാണ് പിന്നെ വായിച്ചത്. അത് പിന്നെ വെറുതെ ഞാൻ നീട്ടി വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഫത്ഹുൽ ബാരി ഈ വിഷയം എത്ര പേജുകളാണ് ചർച്ച ചെയ്തത്. അവിടെ ദാരിമി വേറൊരു കാര്യം കൂടിയുണ്ട്. എല്ലാ ഇബാറത്തുകളും ഏകദേശം കൊണ്ടുവന്ന ഫത്ഹുൽ ബാരി ഇമാം ഖറാഫിയുടെ പല വാക്കുകളും പല വിഷയത്തിലും ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഖറാഫിയുടെ അഭിപ്രായം പോലും രേഖപ്പെടുത്തിയില്ല. എന്താ ഇമാം ഇബ്നു ഹജർ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് കേട്ടോ? വസ്സഹീഹു ഫീ തഅ്വീലി ഹാദൽ ഹദീസ്, ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ സ്വഹീഹായ അഭിപ്രായം അന്ന മഖ്സൂദഹു അന്ന റുയതഹു ഫീ കുല്ലി ഹാലത്തിൻ ലൈസത് ബാതിലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നത്തിൽ ഏത് അവസ്ഥയിൽ കണ്ടാലും അത് നബി തങ്ങൾ തന്നെയാണ്, അത് ബാത്തിലായ സ്വപ്നമല്ല. വലാ ലുഗാസ, അത് പേക്കിനാവുകളും അല്ല. അവിടുത്തെ ഇബാറത്ത് കണ്ടെങ്കിൽ ഫീ കുല്ലി ഹാല, ഏത് അവസ്ഥയിലും, ബൽ ഹിയ ഹഖ്ഖുൻ ഫീ നഫ്സിഹാ, അത് യഥാർത്ഥ സ്വപ്നമാണ്. വലൗ റുഇയ അലാ ഗൈരി സൂറത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപമല്ലാത്ത രൂപത്തിൽ കണ്ടാലും ഫതസവ്വുറു തിൽക സൂറ ലൈസ മിനശ് ശൈത്വാൻ ബൽ ഹുവ മിൻ ഖിബലില്ലാഹ്. ഇത്ര അധികം പറഞ്ഞ യസ്ഖലാനി ഇമാമിനെ നിങ്ങളെ പക്ഷത്തേക്ക് കൊണ്ടുപോകാൻ നോക്കണ്ട. അല്ലാഹുവിന്റെ റസൂലുമായി ബന്ധപ്പെട്ടവർ സ്വപ്നം കണ്ടാൽ അത് ശൈത്വാനിൽ നിന്നല്ല, അത് അല്ലാഹുവിൽ നിന്നാണ്. എന്നിട്ട് എല്ലാ ഇബാറത്തും കൂടി ജമ്പ് ചെയ്തുകൊണ്ട് മൂപ്പർ എന്ത് പറഞ്ഞു? മൻ റആഹു അലാ ഹൈഅതിഹിൽ കാമില ഫറുയാഉൽ ഹഖ്ഖുൽ ലദീ ലാ യഹ്താജു ഇലാ തഅബീർ. നേർക്ക് നേരെ നമ്മൾ പഠിച്ച രൂപത്തിലാണ് കണ്ടതെങ്കിൽ അത് സത്യമായ സ്വപ്നമാണ്, അവിടെ വ്യാഖ്യാനം ആവശ്യമില്ല. വമഹുമാ നഖസ മിൻ സിഫാതിഹി ഫയദ്ഖുലു തഅ്വീൽ. അവിടത്തെ ഒരു വിശേഷണം കുറഞ്ഞിങ്ങനെ പോയാൽ അവിടെ വ്യാഖ്യാനം വേണ്ടി വരും. എന്നിട്ട് വയസിഹു ഇത്ലാഖു അന്ന കുല്ല മൻ റആഹു ഫീ അയ്യി ഹാലത്തിൻ കാനത് മിൻ ദാലിക ഫഖദ് റആഹു ഹഖീഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതെങ്കിലും ഒരു വിശേഷണത്തിന്റെ മേലിലായി കണ്ടാൽ അതേറ്റവും സത്യമായ സ്വപ്നമാണ്. നിങ്ങൾ ഈ വിശേഷണത്തിലായി കാണാൻ എന്താ ഇപ്പൊ മനസ്സിലാക്കിയത്? മാത്രമായുള്ള വിശേഷണം ഏതാങ്ങൾ? ഞങ്ങൾ പേരോട് സഖാഫിയോട് കുറേയായി ചോദിച്ചിട്ട് അയാൾ പറഞ്ഞില്ല. ചുവപ്പ് കലർന്ന് വെളുപ്പം നിറന്നു, അങ്ങനെ വേറെ ആളുണ്ടാവില്ലേ? ഏതാ ഈ ഖാസായ സിഫത്ത്? അതാണ് റസൂലുള്ളാഹിയിലേക്ക് ചേർക്കപ്പെടുന്ന മിമ്മാ യുൻസബു എന്ന് നേരത്തെ പറഞ്ഞത്. അഥവാ ഏറ്റവും വലിയ സിഫത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്, ഇത് മുഹമ്മദുർ റസൂലാണ് എന്ന പരിചയപ്പെടുത്തുന്ന അവസ്ഥയിൽ ഇല്ലാത്ത സ്വപ്നത്തെ കുറിച്ച് ഇവിടെ ചർച്ച ഉണ്ടോ? അപ്പോ ഫത്ഹുൽ ബാരിയിലും നിങ്ങൾക്കൊരു ചുക്കൂല്ല. അതൊക്കെ ഇമാമിയങ്ങൾ വളരെ കർശനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എവിടെങ്കിലും ഉണ്ട് മങ്കൂസ് മൗലിദിനെ കുറിച്ച് അതിന്റെ ഇടയ്ക്ക് അയാൾ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. അബ്ദുസ്സലാം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇബാറത്തിൽ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരഭിപ്രായ പ്രകാരം, ഇതൊക്കെ ഓരോ അഭിപ്രായങ്ങളാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട സ്വഹാബി അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ അറിയുന്ന ഒരാൾ, ഇവര് സ്വപ്നം കണ്ടാൽ ഉറപ്പിക്കാം ഇത് നബി തന്നെയാണെന്ന്. അല്ലാത്ത ഒരാളാണ് സ്വപ്നം കണ്ടാൽ, അല്ലാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ നബിയെ കാണുക, നബിയെ കണ്ടു ഈമാനോടുകൂടി കാണുമ്പോഴാണ് സഹാബിയാകുക. ഈമാനില്ലാതെ കണ്ടാൽ സഹാബി അല്ലാതെയാവും, സഹാബിയാവില്ല. ഈ നബിയുടെ കാലശേഷം നബിയുടെ വിശേഷണങ്ങൾ അറിയാന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. മുസ്ലിങ്ങൾക്കും അറിയാം, ചിലപ്പോ ജൂതന്മാർക്ക് അറിയാം, ചിലപ്പോ ക്രിസ്ത്യാനികൾക്ക് അറിയാം, ചിലപ്പോ മുസ്ലിമീങ്ങളെക്കാട്ടിലും കൂടുതൽ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും ഉണ്ട്. ജൂത ക്രിസ്ത്യാനികൾക്ക് റസൂലുള്ളാഹിയെ സ്വന്തം മക്കളെ അറിയുമ്പോൾ അറിയും. ആ പിൽക്കാലത്തുള്ള ഒരു ദിമ്മിയായ മനുഷ്യന്, ഇപ്പൊ മങ്കൂസ് മൗലിദിന്റെ അവസാനത്തിൽ ദിമ്മിയായ ഒരു മനുഷ്യൻ, ഒരു അമുസ്ലിം ജൂത മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നുണ്ട്. കണ്ടോ?
ഓരോ സ്ഥലത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ കൂട്ടിക്കൊടുത്ത് അത് എന്തോ ആക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തോന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വാസത്തോടെ കാണുമ്പോഴാണ് സ്വഹാബിയാവുക എന്നിട്ട് പറഞ്ഞു പോയോ? ചിലപ്പോൾ പയച്ചു പറഞ്ഞതാവും. ദാരിമി ആയതുകൊണ്ട് വല്ല ഇജ്തിഹാദ് ഉണ്ടോന്നൊരു ഡൗട്ടും ഞങ്ങൾക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാത്ത സ്വഹാബികളുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കാഴ്ചയില്ലാത്ത സ്വഹാബിയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഈമാനോടുകൂടി ഒരുമിച്ച് കൂടിയാൽ മതി, റുഅ്യത്ത് ഷർത്തില്ല. അതവിടെ ഇരിക്കട്ടെ. പിന്നെ മങ്കൂസ് മൗലിദിൽ കണ്ടത് അതാരാ കണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചിട്ടില്ലാത്ത അമുസ്ലിമായ ഒരാൾ. അവിടെയാളെ വകയിൽ ജൂതനായ ദമ്മിയെന്ന് കൂട്ടിക്കൊടുക്കുക. എന്നിട്ട് അറിയുന്ന സ്ഥാപിക്കണല്ലോ. ജൂതനാന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അറിയുന്നില്ല എന്നാണ് അതിൽ മനസ്സിലാകുന്നത്. കാരണം ഈ വിശേഷണമൊക്കെ കണ്ടിട്ടും റഅയ്തുൽ ലൈലത റജുലൻ ഹസനൽ വജ്ഹി ത്വയ്യിബർ റായിഹ അളീമൽ ഹൈബ അസജ്ജൽ ഹാജിബൈനി സഹിലൽ ഖദ്ദൈൻ, ഈ രൂപത്തിലുള്ള വസ്ഫൊക്കെ കണ്ടിട്ടും മൂപ്പര് ചോദിക്കുന്നത് എന്താ? ഫഖുൽതു മൻ അൻതല്ലദീ മന്നല്ലാഹു അലയ്യ ബിക. ഇങ്ങനൊക്കെയുള്ള വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഈ കണ്ട സംഭവം നിങ്ങൾ ആരാണ്? മൂപ്പർക്ക് അറിയെങ്കിൽ പിന്നെ ചോദിക്കണോ? അപ്പൊ അതൊക്കെ വെറുതെ ഉണ്ടാക്കുകയാണ്. ഇവിടെ ആർക്കും കാണാം, ഏത് അമുസ്ലിമിനും കാണാം, ഏത് അറിവുള്ളവനും അറിവില്ലാത്തവനും കാണാം. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിനെതിരായി നിങ്ങൾ കൊണ്ടുവന്നത് ഇമാം ഖറാഫിയുടെ ഉദ്ധരണിയാണ്. സറുഖാനി കൊണ്ടുവന്നു, അത് ഖറാഫിയിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. അതുപോലെ ഖാദിം കൊണ്ടുവന്നു, അത് ഖറാഫിയിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. ഖറാഫിയുടേതാകട്ടെ അക്കാലത്തുള്ള ശിഷ്യനായ ബക്കൂരി തന്നെ തള്ളി. ഇനിയോ കവാക്കിബുസ്സാഹിറയിൽ അതിനെ വിശദീകരിച്ച് ഖാദിയാദ് പറഞ്ഞ പോലെ മനസ്സിലാക്കണം എന്ന് മഹാൻ പറയുകയും ചെയ്തു. അപ്പൊ ഖറാഫിയുടെ വാക്ക് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന സംഭവം ഇല്ല.